ഗുഡ് മോർണിംഗ്. ഹലോ. ഇന്ന് നമ്മളെല്ലാവരും കൂടിയും പോകുന്ന ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. എറണാകുളത്ത് വെച്ചിട്ടാണ്. എൻ്റെ മേമേൻ്റെ മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലേ ഈവനിങ് ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, ഫുൾ ബ്ലോക്കാണ്. മുക്കിലും മൂലയിലും ഫുൾ റോഡ് പണിയും ബ്ലോക്കും തന്നെയാണ്. നമ്മൾ കാറിലിരുന്ന് പിന്നെ കുറേ ചില്ലടിച്ച് ഭയങ്കര സംസാരിച്ചൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സ്നാപ്ചാറ്റിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തേ. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. കുറച്ച് അയാൾ മെനു കാർഡ് കൊണ്ടു തന്നു. അപ്പം നമ്മൾ പൊതുവേ എല്ലാവരുടെയും സ്വഭാവമല്ല, കുറേ ഫുഡ് നോക്കും. പക്ഷേ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ബിരിയാണിയിലെത്തിക്കും. അങ്ങനെ നമ്മളും ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത്. അച്ഛൻ മാത്രം വെജ് മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളുടെ പണി ഇതായിരുന്നു. ഞാൻ അച്ഛനെയും കൂട്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും നമ്മളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ ബിരിയാണിയിൽ ഒരു മുട്ട കിട്ടുന്നത് എനിക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്കിലായിരുന്നു കേട്ടോ ഓരോരുത്തർ. പിന്നെ ആദ്യക്കുട്ടൻ്റെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ നീലു ബേബി. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കുഞ്ഞി വാവയാട്ടോ ഇവളെ. ഒരു കുഞ്ഞു കുട്ടീനെ കിട്ടിയ നമ്മളെ കാര്യം പറയണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ ഡെക്കറേഷൻ ഫുൾ കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. എൻ്റെ പണി ഇതേപോലെ ഓരോ ഫോട്ടോസും വീഡിയോസും എടുക്കാമായിരുന്നു കേട്ടോ അവരെ പാക്കി പോയിട്ട്. പിന്നെ കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആദ്യകുട്ടൻ. അവൻ്റെ എൻട്രി ആയിരുന്നു. എൻട്രി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിലായിരുന്നു. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടെത്തി. അതാണ് എൻ്റെ അമ്മയും മാമ്മമാരും ആൻറ്റിമാരും. കാരണം ബാക്കിലിരുന്നിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു. കാരണം വാശി പിടിക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചിരിച്ചുകൊണ്ട് കറിയൊന്നും ചെയ്തില്ലായിരുന്നു. അന്നേരം കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. കാരണം നമുക്കൊരു പരിപാടി ഉണ്ടായാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പണിയല്ല, ഒരു ഫാമിലി ഫോട്ടോ. അങ്ങനെ അതിൻ്റെ പണിയിലായിരുന്നു. കൂടി കച്ചറ സംഭവമുണ്ട്. കാരണം ഓരോരുത്തരെ കാണുന്നില്ല, വിളിച്ച് വരുത്തിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഗെയിമിലോട്ട് അങ്ങ് ചാടി. പക്ഷേ ടൈം ഭയങ്കര പോയിട്ടുണ്ടായിരുന്നു. കാരണം നേരം വൈകിട്ട് പരിപാടി തുടങ്ങിയതുകൊണ്ട് തന്നെ ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഗെയിം മാത്രമേ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരമായിട്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കായിരുന്നു. എന്തായാലും നല്ലൊരു പാർട്ടി ആയിരുന്നു. നമ്മുടെ ഫാമിലി ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അതൊന്ന് വേറെ തന്നെ അല്ലേ. എൻ്റെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.